ഇടുക്കി ജില്ലയിൽ അത്ര സജീവമല്ലാത്ത ഒരു വ്യവസായമാണ് കൈത്തറി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന എൻ്റെ കേരളം പ്രദർശനത്തിലാണ് ഇവിടെ ഈ തറി പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഇത് പനംകൂട്ടി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം എന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ തറി സ്ഥാപിച്ചിരിക്കുന്നത്. ചേച്ചി, എത്ര നാളായി നെയ്യാൻ തുടങ്ങിയിട്ട്? നെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷത്തോളമായി ഞാൻ. ഈ തറിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഇത് ഞങ്ങൾ നൂലായിട്ട് വരും. നൂലാദ്യം ഞങ്ങൾ പാവ് ഓടുക എന്ന് പറയാതെ റീഡെന്ന് പറയും, അച്ച് അതിൽ കൂടെയും കൂടെ കോർത്തെടുക്കും. കോർത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് നെയ്യാൻ തുടങ്ങുന്നത്. ഇതൊരു തറി ഇങ്ങനെ ഇത് കോർത്തെടുക്കണമെങ്കിൽ ഒരാഴ്ചയോളം പിടിക്കും. നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ നെയ്ത്തിൽ ഞങ്ങൾ 10-30 പേരുണ്ട്. തറി ആര് തന്ന? സൊസൈറ്റി തന്നാണ്? സൊസൈറ്റി, സർക്കാർ, ഞങ്ങൾക്ക് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് സർക്കാരിൻ്റെ സഹായത്തോടെ കൂടിയാണ് തറി കിട്ടിയത്. തറി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ കൊണ്ടിട്ട് നെയ്യാനുള്ള സൗകര്യമുള്ളതായാലും ഞങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കൃഷി സ്ഥലമൊക്കെ ആണെങ്കിൽ കൃഷിക്കൊക്കെ കുറച്ച് പേര് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് സമയത്ത് നമുക്ക് ഇതിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നില്ല. അത് കാരണം നമുക്ക് മറ്റു പണിക്ക് തൊഴിലുറപ്പിന് അതുപോലെ പോകേണ്ടി വരുന്ന കാരണം നെയ്ത്തിന് കുറച്ച് പുറകോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല കൂലി കിട്ടുന്നുണ്ട് ഇപ്പം. നെയ്ത്തുകാരെ സംബന്ധിച്ച് ശരിക്കും നെയ്യുന്നവർക്ക് നേരത്തെ സൊസൈറ്റി നേരത്തെ കൂലി കിട്ടുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടിക്കൊണ്ടിരുന്നില്ല. ഇപ്പം കൂലി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കാലിൻ്റെ ഈ ചവിട്ടുന്നുണ്ടല്ലോ, അതും ഇതിന് ഒരു ഓർഡർ ഉണ്ടോ? ഉണ്ട്. കാലും കൈയും കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുണി നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയുള്ളൂ, തുണി നെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡ്രൈവറുടെ എല്ലാ ഇതും നമുക്ക് ഇതിലും ആവശ്യമാണ്. വളരെ സങ്കീർണമായിട്ടുള്ളൊരു യാന്ത്രിക പ്രവർത്തനമാണ് ഈ തറിയുടെ ഭാഗമായി നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.